നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിനായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് ഒന്നിച്ച് നിന്നെ ആരാധിപ്പാൻ കടന്നു വരുവാൻ ഇരുന്ന കൃപക്കായി നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്ത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും ദൈവമായ കർത്താവേ, നിന്നെ ധ്യാനിപ്പാൻ കൃപകൾ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ചെറും കീഴിലായിരിക്കാനായിട്ട് ഇടയാക്കണമേ. നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപകളാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവമാത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്ന ആത്മാവിലും സത്യത്തിൽ നമസ്കരിക്കണം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. വസ്ത്രങ്ങളെ എല്ലാ ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ തിരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ളവല്ലോ. അവനടുത്തേക്കുറിച്ച് അനുദപിക്കും. യേശു പറഞ്ഞു, ഒരുവൻ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്തുടനെ അനുഗമിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ധരങ്ങളെ തുറക്കണമേ. എന്നാ ഞങ്ങളുടെ വാൻ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിനെ സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വമുണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ.
കർത്താവിൻ്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നതിനും വാഴ്ത്തുപനാകുന്നു. ഞങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു, സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. മണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, മണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രത്തിലും അർപ്പിക്കുന്ന ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായിട്ട് പറയുന്നതിനും മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ പരിശുദ്ധ വചനം സത്യയോടെ കേൾക്കുന്നതിനാ ഞങ്ങൾ നിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പത്തെ കൂടുതൽ അർത്ഥമാറുകയും കൃപാവലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിച്ച് കാണിക്കുകയും ചെയ്യണേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ലായി നാം പറയും നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്ന നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ സകല നീതിയും പൊക്കെ നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റപ്പൻ്റെ അടുക്ക ചെന്നവനോട്, അപ്പാ, ഞാൻ സുഖത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനിമേ നിന്റെ മകൻ്റെ പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, ആവുമൊഴികെ സവത്തിലും തുല്യമായി പരീക്ഷിക്കപ്പെടത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോടെ വിനയമായി ഏറ്റുപറയാം. സർവശക്തി മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാത്ത പാടുകളെ പോലെ എൻ്റെ വഴി നിന്ന് തെറ്റിച്ച് നീരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ, വിചാരങ്ങളെയും മോഹങ്ങളെ ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിൻ്റെ വിശുദ്ധ കൽപ്പന ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചേരാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുക ഞങ്ങൾ സൗഖ്യമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാർ ഞങ്ങളോട് കണിയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ വിടകളെ ഏറ്റുവനോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നീ മനുഷ്യരോട് അറിയിച്ച വാഗ്ദത്തപ്രകാരം അനുഭവിക്കെതിരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, ഇത് പരിശുദ്ധനാമത്തിന് മൂത്തനാട് ഞങ്ങളിൽ മേൽ ദൈവഭക്തിയോടും നീതിയോടും സ്വഭാവത്തോടും നടക്കരുതിന് ക്രിസ്തുമുത്തം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. കർത്താവിനെ സ്തുതിക്കുവീൻ. കർത്താവ് നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. 95-ാം സങ്കീർത്തനം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വരവേ, നാം യഹോവയെ ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പെടുക. നാം സത്വത്തോടെ അവൻ്റെ സ്ഥാനത്തിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കാം. യഹോ മഹാദൈവമല്ലോ, അവൻ സകലതും മാർക്കുന്ന മഹാരാജാവ് തന്നെ. ഭൂമിയുടെ യഥാഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളും ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവനെ ഉണ്ടാക്കി, കരയും അതിൻ്റെ കരകൾ മെനഞ്ഞിരിക്കുന്നു. വരവേൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയോട് മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം അവൻ മേഘ്ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയിൽ ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കുള്ള സങ്കീർത്തന ഭാഗവും തുടർന്ന് 1-ാം പാഠവും വായിച്ചു കേൾക്കാം. സങ്കീർത്തനം തുടർന്ന് 1. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 40. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും
കുരഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ടു തന്നു. നമ്മുടെ ദൈവത്തിനു സ്തുതി തന്നെ. പലരും അത് കണ്ടു ഭയപ്പെട്ടു യഹോവയിൽ ആശ്രയിക്കും. യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്കും തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്തത് അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്കു വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നുടെ സാദൃശ്യൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ചു പ്രസ്താവിക്കുകയുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാത്തവണ്ണം അധികമാകുന്നു. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളിച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു. ആധാരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു, ഞാൻ നിന്റെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ മറച്ചുവെച്ചില്ല. നിന്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്കു മറച്ചതുമില്ല. യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല. നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. സൗഖ്യമില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ടും നോക്കുവാൻ കഴിയാത്തവണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. യഹോവേ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ചു ഭ്രമിച്ചു പോകട്ടെ. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനം ഏൽക്കട്ടെ. നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ ഞങ്ങളുടെ നാണം നിമിത്തം സ്തംഭിച്ചു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ചു സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വമുള്ളവൻ എന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവേ എന്നെ വിചാരിക്കുന്നു. നിത്യനെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനും ആകുന്നു. എൻ്റെ ദൈവമേ, താമസിക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യങ്കൽ എപ്പോഴും എന്നേക്കും പ്രകാരം തന്നെ. ആമേൻ. ഒന്നാം പാഠം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22-ാം വാക്യം മുതൽ 32-ാം വാക്യം വരെ എഴുതിയിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾപ്പീൻ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22-ാം വാക്യം മുതൽ 32-ാം വാക്യം വരെ. രാത്രിയിൽ അവൻ എഴുന്നേറ്റു, തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനരികെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉത്സാഹവോളം അവനോട് മല്ലുപിടിച്ചു. അവനെ ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലുപിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. നിന്റെ പേരെന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. യാക്കോബ് അവനോട്, നിന്റെ പേര് എനിക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. നീ എൻ്റെ പേർ ചോദിക്കുന്ന എന്ത് എന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവാൻ വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു.
അവൻ യാക്കോബിൻ്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുക കൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ല. ഇവിടെ പാഠഭാഗം വായിച്ച് അവസാനിക്കുന്നു. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള ദൈവവചനങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 9-ന്റെ 1 മുതൽ 18 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്തു നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തുവെന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോക. അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്നു അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റു സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ഇവിടെ രണ്ടാം പാഠം വായിച്ച് അവസാനിപ്പിക്കുന്നു. ഈ ആരാധനയിലേക്ക് എടുത്തിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള ദൈവജനങ്ങളെ കേൾപ്പീൻ. The gospel for this service is taken from the Gospel of John chapter 20 verses starting from 24 to 29. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറെ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരൽ ഇടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈ ഇടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക,
അവിശ്വസിക്കാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് വ്യത്യസ്ത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ, വചനം ധ്യാനിക്കുവാൻ ദൈവം തരുന്ന കൃപകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അതോടൊപ്പം തന്നെ പല കാരണങ്ങളാൽ ഇന്ന് നമ്മുടെ ഇടവകയിൽ നടത്തപ്പെടുന്ന ആരാധനകളിൽ സംബന്ധിക്കുവാൻ കഴിയാതെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു കഥ ഇപ്രകാരം വായിക്കുവാനായിട്ടിടയായി. മെലനി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു എഴുത്തുകാരി, അവൾ ഒരു മാസികയ്ക്ക് വേണ്ടി എഴുതുന്ന ഒരു വ്യക്തിയാണ്. അവളെ ചീഫായിട്ടുള്ള മാത്യു പറഞ്ഞു, നമ്മുടെ നാട്ടിൽ തോമസ് എന്ന് പറയുന്നതായിട്ടൊരു മനുഷ്യനുണ്ട്. തോമസും കുടുംബവും ഓർഗാനിക് ഫാമിംഗ് നടത്തി നല്ല വിളവെടുപ്പ് നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച്, ആ കുടുംബത്തെക്കുറിച്ച്, അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു റൈറ്റപ്പ് ഉണ്ടാക്കി മാസികയ്ക്ക് വേണ്ടി എടുക്കണം എന്ന് പറഞ്ഞു. മെലനി മാത്യു ആയിട്ടുള്ള തൻ്റെ ചീഫിനോട് പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് പല സംശയങ്ങളുണ്ട്, അവർ ചെയ്യുന്നതായിട്ടുള്ള രീതികളെക്കുറിച്ച് പല സംശയങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം തരണം എന്ന് പറഞ്ഞു. മാത്യു പറഞ്ഞു, പറ്റില്ല, എത്രയും പെട്ടെന്ന്, കഴിവതും 2 ദിവസത്തിനകം ആ റൈറ്റപ്പ് ലഭിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ മെലനി പറഞ്ഞു, എനിക്ക് അവരെ പോയി പേഴ്സണലി നേരിട്ട് കാണാതെ, അവരോട് സംസാരിക്കാതെ, അവരുടെ പ്രവർത്തനങ്ങൾ കാണാതെ എനിക്ക് അത് എഴുതുവാനായിട്ട്, റൈറ്റപ്പ് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തരത്തിലും സമ്മതിക്കാതെ വന്നപ്പോൾ മാത്യു ആ റൈറ്റപ്പ് എഴുതാനായിട്ടുള്ള സമയം മെലനിക്ക് കൊടുക്കേണ്ടി വന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന വിഷയം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായിട്ടുള്ള അഭിമുഖം എന്നുള്ളതാണ്. എൻകൗണ്ടർ വിത്ത് ദ റിസൺ ലോർഡ്. ഉയർപ്പിന് ശേഷമുള്ള നാളുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് നാം വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുക. എന്നാൽ നാം വായിച്ചു കേട്ടതായിട്ടുള്ള സുവിശേഷ വേദഭാഗം
യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ആ ഭാഗം നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ്. യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ദിദിമോസ് എന്ന തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. തോമസ് തിരികെ വരുമ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ അവനെ കാണാതെ വിശ്വസിക്കയില്ല എന്ന് പറയുന്നു. അതിനുശേഷം തോമസിന് മുമ്പായി ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ തോമസ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താണ് തോമസിനുണ്ടായിരുന്നായിട്ടുള്ള സംശയം, അല്ലെങ്കിൽ സംശയം കൊണ്ട് ഇന്ന് നമുക്ക് എന്ത് സംഭവിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, നമ്മുടെ സംശയങ്ങൾ ഉത്തരത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം. ഉത്തരങ്ങൾ നേടുവാനായിട്ട് ഉള്ള മുഖാന്തരങ്ങളാകണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടിടയാണ്. അവർ ഡൗട്ട്സ് ഷുഡ് റെൻഡർ ആൻസേഴ്സ്. ഇവിടെ സംശയത്തെ അല്ലെ ഡൗട്ട് എന്ന പദത്തെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് കാണുവാനായിട്ട് സാധിക്കും. ഒരു നല്ല ആസ്പെക്റ്റ്, ശരിയായിട്ടുള്ള ഒരു അർത്ഥതലത്തിലാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. തോമസിന്റെ സംശയമാണ് യേശു ക്രിസ്തുവിനെ അവിടെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ ഉള്ള അവസരം ഒരുക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്കിടയായി. ഇൻഫാക്ട് തോമസ് ആണ് യേശു ക്രിസ്തു മശിഹ ആണ് എന്ന് ആദ്യം ശിഷ്യന്മാരിൽ അംഗീകരിക്കുവാനായിട്ട് കഴിഞ്ഞത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. മറ്റു ശിഷ്യന്മാർ നേരത്തെ തോമസിന് മുമ്പേ കണ്ടിരുന്നുവെങ്കിൽ പോലും തോമസ് ആണ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് മശിഹ ആയിട്ട് അംഗീകരിക്കുവാനായിട്ട് ആദ്യം കഴിഞ്ഞത് എന്ന് നമ്മളെ തിരുവചനം ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സംശയങ്ങൾ ഉത്തരങ്ങളിലേക്ക് നയിക്കുന്നതിലൂടെ അത് ആഴമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കണം എന്ന് ഓർമ്മിപ്പിക്കുക. ബൈ having doubts in a positive aspect, we receive answers, and through that answers it should lead us to a deep faith. ആഴമായിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള അടിത്തറയുള്ള ഒരു വിശ്വാസത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം നമ്മുടെ സംശയങ്ങൾ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഇന്ന് ജീവിതത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അന്ധമായിട്ടുള്ള വിശ്വാസമാണ്, ബ്ലൈൻഡ് ഫെയ്ത്ത്. അതിന് പേര് റീസണിങ് ഒന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു, അത് വിശ്വസിക്കുന്നു. അത് ശരിയാണോ, ഇതാണോ വേദോത്സവം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയില്ല. ഇതിനെതിരെയാണ് റവറൻ മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റന്റ് സഭ എന്ന സഭാവിഭാഗത്തെ സമരം ചെയ്ത് നേടിയെടുക്കുന്നത് എന്ന് ഓർക്കുവാനായിട്ട് ഇടയാകണം. മാർട്ടിൻ ലൂതർ പറയുന്നത്, വേദപുസ്തകമാണ് എല്ലാത്തിൻ്റെയും എല്ലാ വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനം. ആ വേദപുസ്തകത്തിൽ നിന്നായിരിക്കണം നമ്മുടെ വിശ്വാസം ഉടലെടുക്കേണ്ടത്. അതിനെ അന്ധമായിട്ട് വിശ്വസിക്കാനായിട്ടല്ല, മറിച്ച് വി ഹാവ് ടു ബിലീവ് ത്രൂ റീസണിങ്. സംശയത്തോടു കൂടെ കണ്ട് അതിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നത് അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ വിശ്വാസം കെട്ടിപ്പടുക്കേണ്ടത് എന്ന് ഓർപ്പിക്കുക. ഇവിടെ നമുക്ക് വിശ്വാസം ഒരു നല്ല തലത്തിലേക്ക് നമ്മളെ എത്തിക്കുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ സംശയങ്ങളിലൂടെയാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ ശരിയായിട്ടുള്ള ഒരു സംശയം നമ്മളെ നല്ല തലങ്ങളിൽ എത്തിക്കുവാനായിട്ട്, നല്ല വിശ്വാസത്തിന് ഉടമകളാക്കി തീർക്കുവാനായിട്ട് സാധിക്കുന്നു എന്ന് ഓർക്കുവാനായിട്ട് നമുക്ക്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, സംശയം നമ്മളെ ഒരു ധാർഷ്ട്യത്തിന്റെ അനുഭവത്തിലേക്ക് അല്ലെ കഠിന ഹൃദയത്തിലേക്ക് എത്തിക്കരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക്. ഡൗട്ട്സ് ഷുഡ് നോട്ട് ലീഡ് അസ് ടു സ്റ്റബൺനെസ്. ധാർഷ്ട്യം അല്ലെ കഠിന ഹൃദയം എന്നുള്ള ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ സംശയത്തെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ, ഒരു മോശമായിട്ടുള്ള ഒരു തലത്തിലാണ് കാണുവാനായിട്ട് ഇടയാകുന്നത്. പലപ്പോഴും നമുക്ക് ഇന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത് സംശയമുള്ളവർക്ക് മാറുവാനായിട്ട് സാധിക്കാതെ പോകുന്ന ഒരു അനുഭവം. ഐ കനോട്ട് ചേഞ്ച് ബിക്കോസ് ഐ എം നോട്ട് ക്ലിയർ അബൌട്ട് സർട്ടൻ തിങ്സ് എന്ന് പറയുന്ന പല ആൾക്കാരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഐ വാണ്ട് സ്പെസിഫിക് ആൻസേഴ്സ്, ഐ വാണ്ട് ആൻസേഴ്സ് ഇൻ ദിസ് മാനർ.
ഒരു പ്രത്യേക തരത്തിൽ ഉത്തരം കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ മാറുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന പറയുന്ന ചില ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ തോമസ് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവന് മാറുവാനായിട്ട് സാധിച്ചത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്കും നമ്മുടെ വിശ്വാസ തലത്തിൽ, നമ്മുടെ ഭൗതികമായിട്ടുള്ള തലങ്ങളിലൊക്കെയും നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മുടെ സംശയം ദൂരീകരിക്കുന്നതിലൂടെ, സംശയം നമുക്ക് ഉത്തരങ്ങൾ നൽകുമ്പോൾ മാറുവാനായിട്ടുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകുവാനായിട്ട് കഴിയണം. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ സംശയങ്ങൾ നമ്മളെ തെറ്റിലേക്ക്, കഠിന ഹൃദയത്തിലേക്ക് മാറ്റും എന്ന് ഓർക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. ഞാൻ 2 കാര്യങ്ങളാണ് നിങ്ങളോടൊപ്പം പങ്കുവെച്ചത്. ഒന്നാമതായിട്ട്, നമ്മുടെ സംശയങ്ങൾ നമുക്ക് ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും. അതിലൂടെ ആഴമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് എത്തുന്ന ഒരു തലം നമുക്ക് ഉണ്ടാകുവാനായിട്ട് കഴിയണം. രണ്ടാമതായിട്ട് ഞാൻ പങ്കുവെച്ചത്, നമ്മുടെ സംശയങ്ങൾ നമ്മുടെ കഠിന ഹൃദയരാക്കുവാനായിട്ട് കഴിയരുത്. അവർ doubts should not lead us to stubbornness എന്ന് ഓർപ്പിപ്പിക്കുകയാണ്. ഈ ഉയർപ്പിന് ശേഷമുള്ള ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണുവാനായിട്ട്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെ അവനുമായി അഭിമുഖത്തിൽ ഏർപ്പെടുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവ്വബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മളുടെ വിശ്വാസത്തിൻ്റെ സംഗതികളെ പ്രഖ്യാപിക്കുവാൻ അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം ചേർന്ന് ചൊല്ലാം. അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം, ദി അപ്പോസ്റ്റൽസ് ക്രീഡ്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭയിലും വിശുദ്ധന്മാർ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ, അവിടുത്തെ ആത്മാവോടുകൂടിയും. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂവിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. ഉയർപ്പിന് പിൻപ് 1-ാം ഞായർ പുനരുദ്ധാനം ചെയ്ത കർത്താവുമായുള്ള അഭിമുഖം. സർവവ്യാപിയായ ദൈവമേ, യാക്കോബിനും പൗലോസിനും നീ പ്രത്യക്ഷനായതുപോലെ ഞങ്ങളുടെ ജീവിതയാത്രകളിൽ നീ ഞങ്ങളെ കണ്ടുമുട്ടുന്നുവല്ലോ. ഞങ്ങൾ നിന്നോട് മത്സരിക്കുമ്പോൾ പോലും ഞങ്ങളെ സ്പർശിക്കണമേ. രൂപാന്തരപ്പെടുത്തുന്ന നിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുവാനും സമാധാനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ദൂതുവാഹരായി മനുഷ്യരോടൊപ്പം ജീവിക്കുവാൻ അതിൻ്റെ നിർമ്മിതമായ അതിരുകൾക്കപ്പുറത്തേക്ക് പോകുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ ആരാധനയിൽ അവിടെയായി പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ഞായർ ആശംസിക്കുന്നു. അറിയിപ്പുകൾ. ഇന്ന് വൈകിട്ട് 3:30 മണി മുതൽ 6:30 മണി വരെ
ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ, സൺഡേ സ്കൂൾ അധ്യാപകർ, ഹോളി ഇമ്മാനുവൽ ചർച്ച് ഗാന്ധിനഗറിലെ കമ്മിറ്റി അംഗങ്ങളുടെ റിട്രീറ്റ് മാങ്ങാനം ക്രൈസ്തവ ആശ്രമത്തിൽ നടത്തപ്പെടുന്നതാണെന്ന് അറിയിക്കുന്നു. എല്ലാവരും അതിൽ പങ്കെടുക്കേണ്ടതാണ്. അടുത്ത ഞായറാഴ്ച രാവിലെ 8 മണിക്ക് വിശുദ്ധ സംസക ശുശ്രൂഷയുടെ ആരാധന അസൻഷൻ പള്ളിയിലും മൗണ്ട് ചാപ്പലും വെച്ച് നടത്തപ്പെടുന്നതാണ്. കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഏവരും കടന്നു വരുവാനായിട്ട് അറിയിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 7:30 വിശുദ്ധ സംസക ശുശ്രൂഷയുടെ ആരാധന അസൻഷൻ പള്ളി വെച്ച് നടത്തപ്പെടുന്നതാണ്. വെള്ളിയാഴ്ച 10 മണിക്ക് ഉപവാസ പ്രാർത്ഥനയും പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണെന്ന് അറിയിക്കുന്നു. താല്പര്യപൂർവ്വം കടന്നു വരുവാൻ ഏവരെയും അഭ്യർത്ഥിക്കുന്നു. മൗണ്ട് ചാപ്പലിലെ ആവശ്യത്തിന് ഒരു ചെറിയ സ്റ്റീൽ അലമാര ആവശ്യമാണ്. നൽകുവാൻ താല്പര്യമുള്ളവർ ദയവായി ഓഫീസുമായി ബന്ധപ്പെടുവാനായി അറിയിക്കുന്നു. കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്ന സാഹചര്യം നിലവിലുള്ളതിനാൽ നാം എല്ലാവരും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണെന്ന് വീണ്ടും ഓർപ്പിക്കുന്നു. നാം പോകുന്ന പൊതു ഇടങ്ങളിലും പള്ളി മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് പോകുവാനും വരുവാനും അറിയിക്കുന്നു. ഇടവക നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നതനുസരിച്ച് ഇടവപ്പട്ടക്കാർ നിങ്ങളുടെ ഭവനങ്ങളിൽ കടന്നു വരുവാനായിട്ടും പ്രാർത്ഥിപ്പാനായിട്ടും ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അവസരമുണ്ടെന്നും ഓർപ്പിക്കുകയും ചെയ്യുന്നു. വിളിച്ചുവല്ല ഈ ഇടവകയിൽ പുത്തൻവീട്ടിൽ ബിജു ജോസഫിൻ്റെയും ജീന ബിജുവിൻ്റെയും മകൾ ഹന്ന ബിജുവും, ഇലപ്പിക്കുളം സെൻറ്റ് തോമസ് മാർത്തബ ഇടവകയിൽ ബാബു കോട്ടേജിൽ ബാബു ജോസഫിൻ്റെയും റോസമ ബാബുവിൻ്റെയും മകൻ ബിജോ ബാബുവും തമ്മിൽ വിവാഹം ചെയ്യുവാനിരിക്കുന്നത് ഞാൻ പരസ്യം ചെയ്യുന്നു. ഇവർ തമ്മിൽ വിശുദ്ധ വിവാഹത്തിൽ തമ്മിൽ ചേർന്ന കാരണമാകട്ടെ ന്യായമുള്ള വിരോധമാകട്ടെ ആരെങ്കിലും അറിയുന്നെങ്കിൽ എന്നെ രേഖാമൂലം ഇടവപ്പട്ടക്കാരനെ അറിയിക്കണം. ഇത് മൂന്നാമത് വിളിച്ചു വരുന്നത്. ഈ വരുന്ന 17-ാം തീയതി വിവാഹിതരാകുന്ന ഹന്ന ബിജുവിനെയും ബിജോ ബാബുവിനെയും ഓർത്ത് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈ വരുന്ന 17-ാം തീയതി വിവാഹിതരാകുന്ന ഒലാപ്പള്ളിൽ നിതിൻ ജേക്കബ് ജോർജിനെയും, എറണാകുളം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ കൊള്ളന്നൂർ ഹൗസിൽ ഹെലന റോയ്സനെയും ഓർത്തും സഭയായി നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന ശനിയാഴ്ച വിവാഹിതരാകുന്ന ഈ പേര് വെച്ച പ്രിയപ്പെട്ട ഓർത്ത് ഒരു നിമിഷം നമുക്ക് സഭയായി പ്രാർത്ഥിക്കാം. ഭൂമിയിലെ സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണനായ സഹസ്രനായ പിതാവേ, ഞങ്ങൾ പേര് വരുന്നതായ ഹന്ന ബിജുവിനെയും ബിജോ ബാബുവിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിതിൻ ജേക്കബ് ജോർജിനെയും ഹെലന റോയ്സനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വരുന്ന ശനിയാഴ്ച മക്കൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഇതിൻ്റെ കുടുംബാംഗങ്ങളുടേതായ ഹിതപ്രകാരവും വിശുദ്ധ ആലയം വെച്ച് പിതാവെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാനായി ഒരുങ്ങിയാണല്ലോ. കർത്താവെ, വിവാഹത്തിൻ്റെ ശുശ്രൂഷയോടെ അനുഗ്രഹിക്കണമേ. അവിടെയുള്ള ജീവിതത്തിൽ നമ്മേക്കായി ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി കുടുംബജീവിതം നയിപ്പാനായി ഈ പ്രിയമക്കളെ കർത്താവ് ഒരുക്കണമേ, സഹായിക്കണമേ. കർത്താവെ, സഫ്യ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഗ്രഹവും നന്മയും തുടർന്നും പ്രാപിപ്പാൻ മക്കളെ ഇടയാക്കണം. യേശു മിശിഹ മൂലം യാചന കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കവലും 17-ാം വിവാഹരാകുന്നതായ ഈ പ്രിയമക്കളോടുകൂടി അവരുടെ ജീവിതത്തിൽ ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ 5/4/2021 മുതൽ 11/4/2021 വരെ പിറന്നാൾ ആചരിച്ചവരുടെയും വിവാഹ വാർഷികം ആചരിച്ചവരുടെയും പേരുകൾ വായിക്കുന്നു. പ്രത്യേകമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. വിശാൽ കോശി കുറ്റിക്കൽ, എലസ്റ്റി മേരി തുണ്ടിയിൽ മറ്റം, സുജ ടിറ്റി പുത്തൻപുരയ്ക്കൽ, ഐബ് ആൻഡ്രൂസ് വലിയ വീട്ടിൽ, മാത്യു സക്കറിയ പള്ളിവാതുക്കൽ, ജിനു എലിസബത്ത് ജോ കണ്ടംചേരിൽ, ആനി ജേക്കബ് കോയിപ്പുറത്ത്, തങ്കമ്മ വർക്കി മുട്ടത്തേത്ത്, ഷെറിൻ ജേക്കബ് പുള്ളിവേലി പറമ്പിൽ, ജവീൻ എബ്രഹാം ഇട്ടി ഐബ് ആലിമൂട്ടിൽ,
കിരൺ രത്നം സ്റ്റീഫൻ പുളിക്കൽ, അനുപ ജോർജ് കുന്നത്ത്, മാത്യു വർക്കി തെച്ചേ വടശ്ശേരിൽ, ചാക്കോ കുരുവിള കോയിപ്പുറത്ത്, അനിത മാത്യു ചേനശ്ശേരി, ഷിനു സോണി പാറപ്പുറം, ആൻ ഷാജി ജോൺസൺ കുമ്പളശ്ശേരിൽ, വിനു അലക്സ് ഉറുമ്പത്ത്, ഡോളി വർഗീസ് പടിപ്പുരയ്ക്കൽ, വത്സ തോമസ് പെരുമാനൂർ, ജോൺ കെ ജോൺ കൊച്ചുവീട്ടിൽ, ജസ്റ്റിൻ ജോസഫ് ആൻഡ്രൂസ് തെക്കേ വടശ്ശേരിൽ, പോത്തൻ ജോസഫ് പുത്തൻ വീട്ടിൽ, ലീലാമ സാമുവൽ പുത്തൻ പുരയ്ക്കൽ, ബിബിൻ കെ വർഗീസ് കൊപ്രായിൽ, സീതി ചെറിയാൻ തടത്തിൽ, മിനിമോൾ പോൾ വിട്ടിക്കുന്നേൽ, നോബിൻ തോമസ് പോൾ ഇറക്കത്തിൽ, ഹെബ ബിജു ജോസഫ് പുത്തൻ വീട്ടിൽ, വിനു മാർട്ടിൻ ടൈറ്റസ് ചിലമ്പത്ത് ആൻഡ് ഏഞ്ചൽ മേരി വർഗീസ് മുട്ടത്തേത്ത്. വിവാഹവാർഷികം ആചരിച്ചവർ: ബാബു സി മാത്യു ആൻഡ് ആനി സി ജോൺ പറങ്ങോട്ട്, ഡോക്ടർ ജേക്കബ് ഒജെ ആൻഡ് ജെസി ജേക്കബ് ഒലാപ്പള്ളിൽ, സണ്ണി തോമസ് ആൻഡ് ലീലാമ്മ പി സണ്ണി പാറയ്ക്കൽ, ജോൺ ജെ ആൻഡ് ജോളി ജോൺ കല്ലുപാലം, സുനിൽ ജേക്കബ് ചെറിയാൻ ആൻഡ് റീന സുനിൽ ജേക്കബ് പുളിക്കൽ, ജേക്കബ് കെ സണ്ണി ആൻഡ് റെൻസി ജേക്കബ് കട്ടത്തറ, റിയാൻ തോമസ് ആൻഡ് റൊഹാൻ ജോസഫ് തോമസ് നെല്ലിക്കൽ, ആൻഡ് ജിത്തു ജോസഫ് ആൻഡ് അനുമോൾ കെ ചാക്കോ ചേനശ്ശേരി. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവമേ, ഞങ്ങളുടെ സ്വഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഓരോ നിമിഷവും കർത്താവിൻ്റെ കരുതലും കാവലും അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. ഓരോ ദിനവും ദൈവത്തിൻ്റെ കൃപയാ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന മഹാസ്നേഹത്തെ ഓർക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ഉള്ളിലായി വിവാഹവാർഷികവും പിറന്നാൾ ആചരിച്ചതായി എല്ലാവരും ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ കണ്ണിയുടെ കരങ്ങൾ ഞങ്ങൾ നിന്റെ മക്കളെ പൂർണ്ണമായി ഫറമേൽപ്പിക്കുന്നു. നാഥാദിൻ്റെ മകളുടെ ജീവിതാവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കൃപയും കരുതലും നിൽപ്പാൻ നീ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, അവിടെ മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ ഒരു നിമിഷവും കർത്താവിൻ്റെ കരുതലും കാവലും തുടർന്നും ജീവിതത്തിൽ നിന്ന് പങ്കിടുവാൻ സഹായിക്കണം. കൊടുത്ത ഒരു നന്മയ്ക്കായി സ്തോത്രം. ഒരു വർഷക്കാലം കൂടി കാത്തു പരിപാലിച്ച് പിറന്നാൾ കൊണ്ടാടുവാനും വിവാഹവാർഷികം ആചരിപ്പാനുമായി ഇടയാക്കിയ എല്ലാ മക്കളെ സ്തോത്രം. സഫിയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവികാനുഗ്രഹവും നന്മയും തുടർന്നവനും മക്കളെ യോഗ്യരാക്കണം. യേശു മിശിഹാ മൂലം യാചന കേൾക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മമായ സർവശക്തനായ ത്രിയേക ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടി
ഈ പ്രിയമക്കളോട് ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ച ആരാധനയ്ക്കായി ഒരുമിച്ച് കൂടുവാനായി ദൈവം നമ്മെ അനുവദിച്ചുവല്ലോ. കോവിഡ് രോഗവ്യാപനം അതിരൂക്ഷമായി കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളുമായി വർദ്ധിക്കുമ്പോൾ ദൈവികരംഗം നമുക്ക് സുരക്ഷ തേടി പ്രാർത്ഥനയോടുകൂടി ദൈവസാന്നിധ്യം അനുഭവിക്കാം. നമ്മുടെ മധ്യത്തിൽ രോഗത്താൽ ഭാരപ്പെടുകരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പുളിക്കൽ റവറൻ P.I. ജേക്കബ് അപ്പുവച്ചൻ ഒരു സർജറിക്ക് ശേഷം പാലട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നു. അച്ഛനെ പ്രത്യേകമായി ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വിടുതലും സൗഖ്യവും അനുഭവിപ്പാനായി ദൈവത്തിൻ്റെ മകനെ സഹായിക്കുന്നതായി പ്രാർത്ഥിക്കാം. നമ്മുടെ മുൻ വികാരി ഡാനിയൽ ജോർജൻ ഭവനത്തിൽ വിശ്രമിക്കുന്നു. അച്ഛൻ്റെ പരിപൂർണമായി സൗഖ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് രോഗബാധിതരായി കഴിയുന്നതായ നമ്മുടെ സഭാംഗങ്ങൾ ആരെങ്കിലുള്ളവരെയും മറ്റ് കോവിഡ് രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ ഫലപ്രദമായ ചികിത്സ ലഭിക്കാനായി ദൈവം ഇടയാക്കുന്നതായിട്ട് നമുക്ക് അപേക്ഷിക്കാം.
10-12 ക്ലാസ്സുകളായി പബ്ലിക് എക്സാമിനേഷനായ എല്ലാ കുട്ടികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. തുടർന്ന് ദൈവത്തിൻ്റെ വലിയ കൃപ അവരോട് ഉണ്ടായി ഏറ്റവും അനുഗ്രഹമായി തങ്ങളുടെ പഠനം പൂർത്തീകരിക്കാനായി പരീക്ഷ എഴുതുവാനായി ദൈവം സഹായിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. മറ്റ് ക്ലാസ്സുകൾ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും കോളേജിൽ പഠിക്കുന്ന കുട്ടികളെയും അവരുടെ വർഷാവസാന പരീക്ഷയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മക്കളെ എല്ലാ ഈ നാളുകളിൽ ദൈവിക ജ്ഞാനത്തെ നിറച്ച് പരിപാലിപ്പാൻ ഇടയാകട്ടെ. നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഓരോ കുടുംബത്തെയും അവിടെ ആവശ്യങ്ങളെയും നമുക്ക് ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ കരുണയും നാളുകൾ അനുഭവിപ്പാൻ ദൈവം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നയോളം നടത്തിയ ദൈവം ഇത്രത്തോളം സഹായിച്ച കർത്താവ് തുടർന്ന് നമ്മെ നടത്തുകയും പരിപാലനം ചെയ്യട്ടെ. വാർദ്ധക്യ സഹജമായ പ്രയാസാൽ ഭാരപ്പെട്ട ഭവനങ്ങളായിരിക്കുന്നവരുണ്ട്, രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ കോവിഡ് വ്യാപന നാളുകളിൽ ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണം വെക്കാനായി ദൈവം നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ആരാധനകളെയും ശുശ്രൂഷയിലും ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിൽ ഉപേക്ഷിക്കുന്നതിനായ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാവിടയ്ക്കായി പ്രാർത്ഥിക്കാം. ബിഷപ്പ് തിരുമേനിയെ കുടുംബമായിട്ടും പട്ടത്ത സമൂഹത്തെയും ശുശ്രൂഷ സമൂഹത്തെയും നമ്മുടെ എല്ലാ സഭാജങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. വിദൂരങ്ങൾ പാർക്കുന്ന നമ്മുടെ ഇടവയിലെ അംഗങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും അനുഭവിക്കാനായി ദൈവം തന്നെ മക്കളെ സഹായിക്കുമാറാകട്ടെ. നമ്മെ നമ്മുടെ ആവശ്യങ്ങളെയും ദൈവരങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ശാന്തമായി നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങളെ കരുതുകയും പരിപാലിച്ചിരുന്ന സർവശക്തനായ ദൈവമാണല്ലോ. ഞങ്ങളുടെ ഇടവയ്ക്കായി പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 101 വർഷക്കാലമായി ഈ ദേശത്ത് ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തമായി സാക്ഷ്യം വെപ്പാനായി കർത്താവ് സഹായിക്കുന്നുവല്ലോ. കർത്താവേ, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതുവരെ വ്യാപരിച്ച അതിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹോളി മാനൂർ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. സമന്വയത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സമൂഹത്തിൽ വലിയ ശുശ്രൂഷ ചെയ്യുവാനായി അടിയങ്ങളെ വിളിച്ച് ആക്കുന്നുവല്ലോ. ഇടവിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ വീട് പുറത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവേ, മുൻപ് പറഞ്ഞ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ, നിങ്ങളുടെ അപേക്ഷകളെയും നിങ്ങളുടെ യാചനകളെയും ചെവിക്കൊള്ളുന്നു പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കട്ടെ. അവരുടെ രോഗത്താൽ ഭാരപ്പെടുന്ന ആളുകൾ ആരെങ്കിലും ഇതിൽ പങ്കെടുക്കുന്നെങ്കിൽ, മാനസികമായി പ്രയാസമെങ്കിൽ പങ്കെടുക്കുന്നുവെങ്കിൽ, ശാരീരികമായി ക്ഷീണാവസ്ഥയിൽ പങ്കെടുക്കുന്നുവെങ്കിൽ, കർത്താവേ, ഈ ആരാധന ശേഷം വചനമൊഴിച്ച് വിടുവിക്കുന്ന കർത്താവിൻ്റെ കരുതലും കാവലും അനുഭവിച്ച് ശക്തി പ്രാപിക്കുവാനായി കർത്താവ് സഹായിക്കണം. എല്ലാ നല്ലതാനുകളുടെ നാഥപതിയുമായ തങ്ങളുടെ സകലവും ഫലമേൽപ്പിക്കുന്നു. ഇടപെടുന്ന മുൻപോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് പങ്കുവെപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നാൾതോറും കരുതലും കൃപയും പങ്കിടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം. യേശു മശിഹാ മൂലം തന്നെ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മമായ സർവശക്തനായ ത്രിയേക ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടി ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. Yeah.
ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആശ്രയിക്കുന്ന പിതാവേ, ഈ ദിവസത്തിൻ്റെ ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കൊന്നിച്ചായിരിക്കാൻ ദൈവമാർത്താവെ കൂട്ടായ്മ ആചരിപ്പാൻ എന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വന്നുപോയ കുറവുകളൊക്കെയും ക്ഷമിക്കണമെന്നും കണക്കിടരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ നിന്റെ സാക്ഷികളായി ജീവിപ്പാനായിട്ട് ഇടയാക്കണമേ. കൃപകളാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മെയും സകല ലോകത്തെയും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും, നമ്മെയും സകല മനുഷ്യജാതിയെയും വീണ്ടെടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിനും, നമ്മെയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സകലരെയും ശുചീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവമഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.